ഹലോ ഹായ് നമസ്കാരം. ഈ വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചാണ്. പക്ഷേ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. പല കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ നീണ്ടു പോയി. ഇന്ന് നമ്മളത് ഷൂട്ട് ചെയ്യുകയാണ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ദിസ് ഇസ് നോട്ട് യുവർ യൂഷ്വൽ ടെക് റിവ്യൂ ചാനൽ. ഞാൻ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ചെയ്യുന്ന കാര്യം. ഈ ചാനലിൽ തന്നെ പ്രധാനമായിട്ട് ചെയ്യുന്ന കാര്യം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ക്യാമറയെക്കുറിച്ചാണ്. ഞാൻ വളരെ കുറച്ച് നാളിന് മുമ്പ് എന്ന് വെച്ചാൽ ഒരു 3 മാസം മുമ്പാണ് ലൂമിക്സ് S5 Mark II X എന്ന് പറയുന്ന എൻ്റെ ക്യാമറ വാങ്ങിച്ചത്. ഈ ക്യാമറയ്ക്ക് മുമ്പ് സോണി ZV-E10 ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓൾറെഡി അതിൻ്റെ 3 ഉണ്ടായിരുന്നു. ഗംഭീര ക്യാമറയാണ്. സോണി ZV-E10 നിന്ന് എന്തിന് ഈ ഒരു ക്യാമറയിലേക്ക് മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ആ ക്യാമറയിൽ S-Log2 ആണ് ഷൂട്ട് ചെയ്യുന്നത്. S-Log3 ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത് മാത്രമല്ല, അത് 8-bit ക്യാമറയാണ്. 10-bit ക്യാമറയിലേക്ക് വരുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടി കളേഴ്സ് ഉണ്ടാവും, അത് ക്യാപ്ചർ ചെയ്യുന്ന കളർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കളറിങ് കുറച്ചും കൂടി ബെറ്റർ ആകാം. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ വീഡിയോ എടുത്ത് കാണുന്ന അന്നത്തെ ഒരു യങ്സ്റ്റർ, അയാൾ നോക്കുമ്പോൾ നല്ല വിഷ്വൽ ക്വാളിറ്റിയിൽ, നല്ല ഓഡിയോ ക്വാളിറ്റിയിൽ ഇയാൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് തോന്നണം. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഈ കാണുന്ന മൈക്കായാലും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് റിസർച്ച് ചെയ്ത്, എനിക്ക് ആരും പഠിപ്പിച്ച് തരികയോ അല്ലെങ്കിൽ ഈ ഫെല്ലോ ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് ഞാൻ വളരെ കുറച്ച് ചോദിക്കാറുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ഞാൻ തന്നെ യൂട്യൂബിൽ പുറത്തുള്ള ക്രിയേറ്റേഴ്സ്, കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, അതുപോലെ ഈ മൈക്കിൻ്റെയും സൗണ്ടിൻ്റെയും ക്യാമറയുടെയൊക്കെ ബ്രാൻഡ്സിനെ ഡയറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെ ഓരോ അപ്ഡേറ്റ് നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയാണ് ഓരോ കാര്യവും ഞാൻ പഠിച്ചു വരുന്നത്. അപ്പം അടുത്തൊരു 20 വർഷത്തിന് ശേഷം ഒരാൾ എൻ്റെ വീഡിയോ യൂട്യൂബിലോ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കാണുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു 10-bit കളറിലേക്ക് മാറുക, കുറച്ചും കൂടി ഇത് പഠിച്ചിട്ട് ചെയ്യുക എന്ന് പറയുന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ ലൂമിക്സ് വാങ്ങിയതിന് ശേഷം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അഡോബ് പ്രീമിയറിൻ്റെ പെയ്ഡ് വെർഷനാണ്, അതിലാണ് ഇത്രയും നാൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഡാവിഞ്ചി റിസോൾവിലേക്ക് സ്വിച്ച് ചെയ്തു. എൻ്റെ വർക്ക് ഫ്ലോ അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഐ എം സൂപ്പർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ ക്യാമറ. ഇതിൻ്റെ ലെൻസ്, ഇതിൻ്റെ ടോട്ടൽ ഒരു എക്കോസിസ്റ്റം, അത് ഡാവിഞ്ചി റിസോൾവായിട്ട് ക്ലബ് ചെയ്ത് വരുന്ന സമയത്ത് എല്ലാ വീഡിയോ, നിങ്ങൾ കാണുന്ന എല്ലാ വീഡിയോ ഞാൻ ലോഗിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് അപ്പ് ചെയ്യുന്നത്. ഐ എം സൂപ്പർ സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന കളറൊന്നും അത്ര, നീ ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കളറൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ, ഞാൻ പഠിച്ച് തുടങ്ങുന്നേ ഉള്ളൂ കൂട്ടുകാരാ എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഈ ക്യാമറ എടുത്ത തൊട്ടടുത്ത ആഴ്ച ക്യാനൺ അവരുടെ R6 Mark III ഇറങ്ങിയതിന് ശേഷം Mark II എൻ്റെ ഒരു മൈൻഡിലുണ്ടായിരുന്നു. അതായത് ഈ ക്യാമറ വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ ഇത് വാങ്ങണോ അതോ നൈക്കോണിൻ്റെ ZR വാങ്ങിക്കണോ, സോണി ZV-E1 അതൊരു ഗംഭീര ക്യാമറയാണ്. കാര്യം FX3 സെൻസറാണ് വരുന്നത്. ലോ ലൈറ്റിൽ അതൊരു പെർഫോമൻസ് ആണ്. അപ്പോൾ ആ ക്യാമറ ഉണ്ട്. ഇതൊന്നും പോരാതെയാണ് അവർ R6V റിലീസ് ചെയ്തത്. അവരുടെ സിനിമ ലൈൻ ക്യാമറയിൽ R6V വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ കാണുമ്പോൾ ഞെട്ടിപ്പം പരിപാടിയാണ്. എന്തുകൊണ്ട് അത് വാങ്ങിയില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൂടായിരുന്നോ എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇറങ്ങിയപ്പോൾ ഈ ക്യാമറ വാങ്ങിയത്, അതായത് ലൂമിക്സ് S5 X എടുത്തത് മോശമായി പോയോ, നഷ്ടമായി തോന്നുന്നുണ്ടോ എന്ന് കുറേ ആൾക്കാർ ചോദിച്ചു. എന്തിന് ZR ഒഴിവാക്കി, അതൊരു ഗംഭീര ക്യാമറയല്ലേ എന്ന് ചോദിച്ചു. ഇതൊക്കെ പോട്ടെ, നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യല്ലേ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ നിങ്ങൾക്ക് സോണി FX30 പോരായിരുന്നു. കാരണം FX3 എന്ന് പറയുമ്പോഴത്തേക്ക് 6 ലക്ഷം രൂപയായി. FX30 എന്ന് പറയുമ്പോഴേക്കും അതിന് 1,86,000 രൂപയുള്ളൂ. അതായത് ഈ ക്യാമറ എനിക്ക് ലൂമിക്സുകാർ എത്ര പൈസയ്ക്ക് തന്നു അത്രയും തന്നെ പൈസയ്ക്ക് FX30 കിട്ടുമായിരുന്നു. അതിൻ്റെ കൂടെ ഉപയോഗിക്കാനുള്ള ലെൻസുകളൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മാറിയാൽ പോരായിരുന്നു. ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ ചോദ്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഈ ക്യാമറ ലോഞ്ച് ചെയ്തപ്പോൾ, അതായത് R6V ലോഞ്ച് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ ചോദ്യങ്ങൾ വന്നു. അപ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും, എന്തുകൊണ്ട് ഞാൻ ഈ ക്യാമറയിൽ സൂപ്പർ സാറ്റിസ്ഫൈഡ് ആവുന്നു. നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ, അതല്ല നിങ്ങൾ കുറച്ചും കൂടി ഒരു ഹെവി ഫിൽം മേക്കിംഗ് പരിപാടിയൊക്കെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ ക്യാമറ നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്നുള്ളതിൻ്റെ ഒരു ബേസിക് കാര്യം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ വേറെയും കണ്ടൻറ്റൊക്കെ റിസർച്ച് ചെയ്ത് നോക്കാം. ലൂമിക്സിൻ്റെ S5 X എടുത്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആൾക്ക് ഈ S5 X എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർക്കില്ലല്ലേ, ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു ക്യാമറ എന്തിനാണ്, ഇത്രയും ഹെവി ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, അപ്പോൾ ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു ക്യാമറ എന്തിനാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു സിസ്റ്റം കയ്യിലുണ്ടെങ്കിൽ, ഇത് മാക്ബുക്ക് പ്രോ M3 Pro ആണ്. ഞാൻ ഇത് വാങ്ങുന്ന സമയത്ത് എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു, ഇത് ഓവർക്കില്ലല്ലേ, ഇതിന് ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടറൊക്കെ വാങ്ങിക്കുന്നത്. നമുക്കൊരു M3 Air ഉണ്ടായിരുന്നു ആ സമയത്ത്, മാക്ബുക്ക് എയർ, അത് വാങ്ങിച്ചാൽ പോലും എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ, നമ്മൾ ചെറിയ വീഡിയോസൊക്കെ അല്ലേ എന്ന്. പക്ഷേ ഇത് വാങ്ങിയതിന് ശേഷം എൻ്റെ വർക്ക് ഫ്ലോ ഭയങ്കര ഫാസ്റ്റായി. അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പതിയെ വീഡിയോൻ്റെ ലെങ്ത്ത് വളരെയധികം കൂടാൻ തുടങ്ങി. ഇപ്പോൾ എന്നോട് ശ്രുതിയും കൂടിയുണ്ട്. അപ്പോൾ നമ്മളൊരു പോഡ്കാസ്റ്റ് ലെവലിലേക്കൊക്കെ വരുന്ന വളരെ ലോങ് കോണ്ടൻറ്റ് എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് കുറച്ച് പവർഫുൾ ആയിട്ടുള്ളൊരു ലാപ്ടോപ്പ് ആവശ്യമാണ്. അപ്പോൾ ഇതെൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ പവർഫുൾ ആയിട്ടുള്ളൊരു സിസ്റ്റം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ലൂമിക്സ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആപ്പിൾ ProRes RAW ആണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു 15 മിനിറ്റ് ഞാൻ ഷൂട്ട് ചെയ്താൽ പോലും ഏതാണ്ട് 70 GB വരും.
15 മിനിറ്റ് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ 70 GB ഫയൽ സൈസ് വരും. 1 അവർ എന്ന് പറഞ്ഞാൽ എങ്ങനെ കളിച്ചാലും 300 GB കൂടുതൽ ഫയൽ സൈസ് വരും. ഞാൻ എന്തിനാണ് പ്രോറസിൽ ഷൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രോറസ് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, റോക്കറ്റ് സ്പീഡിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അതായത് നമ്മൾ MP4 4K 60 FPS ഷൂട്ട് ചെയ്തിട്ട് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു സിസ്റ്റത്തിൽ ഇട്ടാൽ പോലും നമ്മുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ കുറച്ച് വലിക്കും. കുറച്ച് കളർ ഗ്രേഡിങ്ങും അതുപോലെ 1-2 എഫക്ട്സും കാര്യങ്ങളൊക്കെ വലിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഹാങ് ആവും. എന്ന് വെച്ചാൽ സിസ്റ്റം ഹാങ് ആവുന്ന അത്രയും. കാര്യം MP4 എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടെയ്നർ. ഈ ആപ്പിൾ പ്രോറസ് റോ എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നറാണ്. പക്ഷേ ഈ MP4-നകത്ത് ഇത് ഭയങ്കരമായിട്ട് കംപ്രസ് ചെയ്യും. അതായത് ഇപ്പം ഞാൻ പ്രോറസ് റോയിൽ 15 മിനിറ്റ് ഷൂട്ട് ചെയ്ത് 70 GB വരുന്നു എന്ന് പറഞ്ഞത് MP4 ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയ ഫയൽ സൈസേ വരുള്ളൂ. വളരെ എന്ന് പറഞ്ഞാൽ 70 GB ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ 10% പോലും വരില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് സ്ട്രോങ് ആയിട്ട് കംപ്രസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു കണ്ടെയ്നറാണ് MP4 എന്ന് പറയുന്നത്. പ്രോറസ് റോ എന്ന് പറയുന്നത് ഒരുപാട് കംപ്രസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഫയലില്ലേ, അത് ഡീകോഡ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ MP4 അവർ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നൊരു ഒരു സമയമുണ്ട്. അത് നമ്മുടെ പ്രോസസ്സറിനൊരു ഹെവി വെയിറ്റ് കൊടുക്കും. പ്രോറസ് റോയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോസസ്സറിന് അത്യാവശ്യം സന്തോഷമാണ്. പ്രത്യേകിച്ച് ഞാൻ മാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആപ്പിൾ പ്രോറസ് റോയിൽ എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാക്കിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ 300 GB ഒക്കെയുള്ള ഫയൽ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്തും എനിക്ക് ഈ ദിവസം വരെയും ഒരു ലാഗോ ഒന്നും വന്നിട്ടില്ല. ഞാൻ കളർ ഗ്രേഡ് ചെയ്ത്, എന്ന് വെച്ചാൽ ഒരു 3-4 നോഡ് കളർ ഗ്രേഡ് ചെയ്ത് കുറേ എഫക്ട്സ് ഇട്ട് അതുപോലെ കുറച്ച് ബ്ലറിങ് സാധനങ്ങൾ എല്ലാം ചെയ്തിട്ട് ഞാനൊരു 1 അവർ സാധനം എക്സ്പോർട്ട് ചെയ്താൽ പോലും എനിക്ക് ഒരു 30 മിനിറ്റിനുള്ളിലൊക്കെ എക്സ്പോർട്ട് ടൈം കഴിയും. അതുപോലെ തന്നെ എഡിറ്റിങ്ങും എനിക്ക് ഒരു തവണ പോലും ഒരു ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടായിട്ടില്ല. ഞാൻ 60 FPS ഷൂട്ട് ചെയ്യാറില്ല. 4K 25 ആപ്പിൾ പ്രോറസ് റോയിലാണ്, C4K എന്ന് പറയുന്ന ഇതിനകത്തുള്ള ആ ആസ്പെക്ട് റേഷ്യോയിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതാണ് പ്രോറസിൽ ഷൂട്ട് ചെയ്യുമ്പോഴുള്ളൊരു ഗുണം. പിന്നെ അതിൻ്റെ അകത്ത് ഇമ്മൻസ് ഡാറ്റയുണ്ട്. 10 ബിറ്റിൽ Vlog ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും ഡാറ്റയുണ്ട്. അത്യാവശ്യം ഗ്രേഡ് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ വലിച്ചു കഴിഞ്ഞാലും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് എന്നെപ്പോലെ ഒരു ബിഗിനറിന് ഇതിൽ ചുണ്ണാമ്പ് ഏതാണെന്ന് അറിയാതെ ഡാവിഞ്ചി റിസോൾവ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള ഒരുപാട് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അങ്ങനത്തെ വീഡിയോസ് ചെയ്തുകൊണ്ട് മാത്രം എഡിറ്റിംഗ് പഠിച്ചു പോകുന്ന എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര അനുഗ്രഹമാണ്. പക്ഷേ ഇവിടുത്തെ ചോദ്യം എന്താ അറിയോ, ആപ്പിൾ പ്രോറസ് റോ ഷൂട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റോയിൽ ഇപ്പോൾ S-Log3 റോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ZV-E1 വാങ്ങിച്ചൂടെ, അല്ലെങ്കിൽ നിക്കോൺ ZR വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ റോ ഷൂട്ട് ചെയ്യാമല്ലോ. Canon R6V എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോയിൽ ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ പിന്നെ അതല്ലേ ബെറ്റർ. ഇതെങ്ങനെയാണ് ബെറ്റർ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെ ഇത് ഷൂട്ട് ചെയ്യാൻ പാകത്തിനുള്ളൊരു SD കാർഡ് വാങ്ങിച്ചിട്ടില്ല. ഈ റോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി 4K 24 60 FPS ഒക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട ക്യാമറ കമ്പനികളെല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് UHS 2 V90 കാർഡാണ്. ഈ UHS 2 V90 കാർഡിൻ്റെ വില നിങ്ങളിപ്പോൾ ഒന്ന് കയറി നോക്കണം. ഒന്നാമത് എല്ലാത്തിനും വില ഓൾറെഡി കൂടി നിൽക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വില വീണ്ടും റോക്കറ്റ് പോലെ പോയിട്ടുണ്ടാവും. ഒരു 512 GB കാർഡിന് 512 ആണോ 256 ആണോ എന്നറിയില്ല, അത്രയുള്ളൊരു കാർഡിന് റേറ്റ് പറയുന്നത് 64,000 രൂപയാണ്. ഞാൻ പറഞ്ഞു റോയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ആപ്പിൾ പ്രോറസ് റോയിലാണ് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് 1 അവർ എന്ന് പറയുന്നത് ഏതാണ്ട് 300 GB വരും. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാർഡ് വേണമെങ്കിൽ ഞാൻ 512 GB കാർഡ് വാങ്ങിക്കണ്ടേ. ആ 512 GB കാർഡിന് 64,000 രൂപയാവില്ലേ. അവിടെയാണ് ലൂമിക്സ് ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറുന്നത്. നമുക്ക് SSDയിലേക്ക് ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ലൂമിക്സ് S52X എന്ന് പറയുന്ന എൻ്റെ ഈ മോഡലിൽ ഞാനിപ്പോൾ ഡയറക്റ്റ് SSD കണക്ട് ചെയ്തിട്ടുണ്ട്. SSD എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാക്ക് യൂസ് ചെയ്യുന്ന ആളുകളല്ല, ഇപ്പം കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ മിക്കവാറും വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാവില്ല. ഒരു 1 TB 2 TB ഉണ്ടാവും. എൻ്റെ ഒരു 2 TB കാർഡ് SSD ഉണ്ടായിരുന്നു. ഞാൻ ആ 2 TB SSD അതുപോലെ തന്നെ എൻ്റെ ക്യാമറയിൽ കണക്ട് ചെയ്യുന്നു. അത് അവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോൾഡർ ഉണ്ട്. ആ ഹോൾഡർ ഞാൻ അതിൽ നിന്ന്, അതായത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരെ ആ SSD ഊരിയെടുക്കുന്നു. SSD ഇതാ ഇവിടെ മാഗ്നറ്റിക് ഒരു സാധനമാണ്, അത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇവിടെ ആ സാധനം കൊണ്ടുവന്ന് ഒട്ടിച്ച് വെക്കുന്നു. അതിൻ്റെ കേബിൾ എടുത്ത് ഇവിടെ കണക്ട് ചെയ്യുന്നു. എനിക്ക് ഡയറക്റ്റ് SSDന്ന് എഡിറ്റ് ചെയ്യാം. അതേസമയം ഞാനൊരു SD കാർഡ് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ആ SD കാർഡിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ. ഓൾറെഡി 64,000 രൂപ എടുത്ത് SD കാർഡ് വാങ്ങിച്ച് ഷൂട്ട് ചെയ്ത് 300 GB വന്നു. ഈ 300 GB ഞാൻ എൻ്റെ SSDയിലേക്ക് ഇതിൽ നിന്ന് കോപ്പി ചെയ്യാനിടുമ്പോൾ നല്ല സമയമെടുക്കും. ആ സമയം കഴിഞ്ഞ് അത് എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഇതൊക്കെ ടൈം കൺസ്യൂമിങ് ആണല്ലോ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ SSD ഊരുന്നു, പ്ലഗ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, എൻ്റെ പരിപാടി കഴിഞ്ഞു. എനിക്കിതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി ചെയ്യാനോ ഒന്നുമില്ല. എൻ്റെ മാക്കിൽ എപ്പോഴും സ്പേസ് ഉണ്ടാവും. കാര്യം എൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ഈ SSDയിലേക്ക് ഡയറക്റ്റാണ് പോകുന്നത്. അതേസമയം നിങ്ങൾ ക്യാനൻ്റെ R6V എടുത്തു കഴിഞ്ഞാലും ZV-E1 എടുത്തു കഴിഞ്ഞാലും നിക്കോൺ ZR എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡയറക്റ്റ് SSDയിലേക്ക്
ഷൂട്ട് ചെയ്യുന്നത് അതുപോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. SD കാർഡ് 2 എണ്ണം ഇതിനകത്ത് ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്. പക്ഷേ ഞാനത് ക്യാമറ എനിക്ക് എടുത്തുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം, ഞാൻ വീട്ടിൽ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു സാധനത്തിനും ഞാൻ SD കാർഡ് യൂസ് ചെയ്യാറേ ഇല്ല. നമ്മൾ സിനിമ റിലീസുള്ള ദിവസം തിയേറ്ററിൽ പോകുമ്പോൾ മാത്രമാണ്. അതും എനിക്ക് ആ സമയത്ത് നമുക്ക് ലോഗിൽ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ റോയിൽ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ SD കാർഡ് എൻ്റെ കയ്യിലുള്ള പഴയ ZV-E10 ഇട്ടിരുന്ന അതേ SD കാർഡ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഒരു കുഴപ്പമില്ല, അത് വർക്ക് ചെയ്യും. സോ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഹൈ എൻഡ് ക്യാമറ ഇപ്പോൾ ലൂമിക്സ് S5II X വാങ്ങിക്കുന്നതിനേക്കാൾ ബെറ്റർ മറ്റേ ക്യാമറയാണെന്ന് ഓരോ ക്യാമറയും ഓരോ ആളുകൾക്കും പല രീതിയിലാണ് ഉപകാരപ്പെടുക. ZV-E1 വാങ്ങിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ ക്യാമറ ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റ് ആവുന്ന ഒരു ക്യാമറയാണ്. നിങ്ങളൊരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് എൻവയൺമെൻറ്റിൽ AC ഉള്ള റൂമിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് മാറി ഔട്ട്ഡോർ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അത് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ 4K ലോഗൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് ആയി പോകും. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫാൻ വാങ്ങണം, എന്നിട്ട് അത് കൂൾ ചെയ്യാൻ വെക്കണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. എനിക്ക് ഇതിനകത്ത് ഇൻറ്റേർണൽ ഫാൻ വരുന്നുണ്ട്. ഞാൻ ഇത്രയും ദിവസം ആപ്പിൾ ProRes RAW 4Kയിൽ 10 ബിറ്റ് ഷൂട്ട് ചെയ്ത് 1.5-2 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്തിട്ടും ഓവർ ഹീറ്റിൻ്റെ വാണിംഗ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ക്യാമറ പിടിക്കുമ്പോൾ എനിക്കത് ഹീറ്റായിട്ട് തോന്നിയിട്ടില്ല. അതായത് മറ്റ് പല ക്യാമറകളും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും ലൂമിക്സ് വളരെ ഹെഡാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, 1,80,000 രൂപ കൊടുത്ത് ഞാൻ ഈ ക്യാമറ വാങ്ങുമ്പോൾ ഇതിന് പകരമുള്ള ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറെ ഏത് ക്യാമറ വാങ്ങിയാലും അതിൻ്റെ അകത്തെ ഹയസ്റ്റ് ക്വാളിറ്റിയിൽ എനിക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഒരു UHS-2 V90 കാർഡ് ഞാൻ വാങ്ങേണ്ടി വരും. അത് നല്ല പൈസയാണ്. അങ്ങനെ നോക്കുമ്പോൾ SSD ഓൾറെഡി കയ്യിലുള്ള എന്നെ സംബന്ധിച്ച് ഞാനൊരു 65,000 രൂപയോളം ഓൾറെഡി ലാഭിച്ചു. ഇനി അടുത്ത ചോദ്യം വരെ, എന്തിനാണ് ഈ മറ്റേ ലോഗിലും അതേപോലെ റോയിലൊക്കെ ഷൂട്ട് ചെയ്യണത്, എന്തിനാ ഇത്രയൊക്കെ സൈസിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ, 2018 നമ്മൾ മാക്സിമം ഒരു ഫുൾ HD ക്വാളിറ്റിയൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാർ ഫോണിൽ കണ്ടുകൊണ്ടിരുന്നത് 1 GB 250 രൂപയൊക്കെ വെച്ച് അല്ലെങ്കിൽ 2 GB 250 രൂപയൊക്കെ വെച്ച് റീചാർജ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ 360pയിലോ 480pയിലോ ഒക്കെ ആയിരിക്കും വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ ഫുൾ HDയിൽ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ മതി, അത് തന്നെ ധാരാളം. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി. ഇപ്പോൾ 4Kയിലാണ് കൂടുതൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് വീഡിയോ ചെയ്യുന്നത്. യൂട്യൂബ് അത് പുഷ് ചെയ്യുന്നത്. നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ 4Kയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വ്യൂസിൽ നിങ്ങൾക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും. കാര്യം യൂട്യൂബ് TVക്ക് കൂടുതൽ പുഷ് ചെയ്യുക 4K കോണ്ടൻറ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെൻ്റെ ഇതുവരെയുള്ള അറിവും പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പലരിൽ നിന്നായിട്ട് കിട്ടുന്ന അറിവൊക്കെ വെച്ചിട്ട് പറയുന്നതാണ് ക്രോസ് ചെക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ iPhone 17 Pro Max കയ്യിലിരിക്കുന്ന ഒരാൾ, അയാൾ എന്തിനും ലോ ക്വാളിറ്റിയിൽ ഈ 360pയിലിട്ടിട്ട് വീഡിയോ കാണാൻ അയാൾ ഹയസ്റ്റ് ക്വാളിറ്റി അല്ലേ പ്രിഫർ ചെയ്യുള്ളൂ. അത്രയും ക്വാളിറ്റി ഡിസ്പ്ലേസ് അല്ലേ. ഇപ്പോൾ ഫോണുകളെല്ലാവരും 10 ബിറ്റ് ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞ് ഇറക്കുമ്പോൾ നമ്മൾ ആ ഡിസ്പ്ലേക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹയസ്റ്റ് ക്വാളിറ്റി ഔട്ട്പുട്ട് കൊടുക്കണ്ടേ. ഇന്നിപ്പോൾ അത് 4K വരെ എത്തി, ഇനി അത് 6K ആവും, 8K ആവും. ഇനി ഞാൻ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് ProRes വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഞാനിത് എക്സ്പോർട്ട് ചെയ്യുന്ന അതേ ക്വാളിറ്റിയിൽ അതിൻ്റെ ഔട്ട് വരത്തക്ക രീതിയിൽ ഒട്ടും കംപ്രസ്ഡ് ആവാതെ ProResൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. കൃത്യമായിട്ടുള്ള ഡിവൈസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ കണ്ടൻറ്റ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞ്, ഒരു 10 കൊല്ലം കഴിഞ്ഞ് 2036 ഒരാളിരുന്നൊരു വീഡിയോ ക്ലിപ്പ് കാണുന്ന സമയത്ത് തരക്കേടില്ലാത്ത ക്വാളിറ്റിയിൽ നമ്മുടെ വീഡിയോ അവിടെ ഉണ്ടാവും. സോ ലൂമിക്സിൽ ഈ ProResൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതും ഡയറക്റ്റ് SSDയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെയൊക്കെ ഗുണങ്ങൾ, കോപ്പിയിങ് സമയം ഭയങ്കര ലാഭമാണ്, SD കാർഡ് വാങ്ങുന്ന കാശ് ലാഭമാണ്, എഡിറ്റിങ്ങും എക്സ്പോർട്ടിങ്ങും ഭയങ്കര ഫാസ്റ്റാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഈ ZV-E10 ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു 45 മിനിറ്റിൻ്റെ MP4 ഞാൻ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് 45-50 മിനിറ്റോളം എടുക്കും. ഇതെനിക്ക് അതിൻ്റെ പകുതി സമയം എടുക്കുന്നില്ല. ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ ഇടുന്നു, എന്നിട്ടൊരു തംബ്നെയിൽ സെറ്റ് ചെയ്യുന്നു, അപ്പോൾ തന്നെ എക്സ്പോർട്ടായി കഴിഞ്ഞു. പിന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാം. ഹീറ്റിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇൻറ്റേർണൽ ഫാൻ ഉള്ളതുകൊണ്ട് എനിക്ക് അറിയേണ്ടി വന്നിട്ടില്ല. അതേസമയം ZV-E10 8 ബിറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും എനിക്കൊരു 1.5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീറ്റിംഗ് വാണിംഗ് കാണിച്ചു തുടങ്ങും. 2 മണിക്കൂർ ആകുമ്പോഴേക്കും അത് ഏകദേശം തീരും. അതിന് മുമ്പ് അതിൻ്റെ ബാറ്ററി തീരും. ഇനി S5II Xൽ പറയാനുള്ളൊരു കാര്യം ഇതിൻ്റെ ബാറ്ററിയാണ്. ഗംഭീര ബാറ്ററിയാണ്. അടിപൊളിയായിട്ടൊരു 2 മണിക്കൂർ കണ്ടിന്യൂസ് 4K നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പ്രശ്നം എവിടെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡയറക്റ്റ് SSDയിലേക്ക് ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് SSDക്ക് പവർ വേണം. അതായത് SSDക്ക് ഈ ക്യാമറയിൽ നിന്നൊരു പവർ പോകണം. അതുകൊണ്ട് തന്നെ SSDയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു 1 hourൊക്കെയാണ് മാക്സിമം എനിക്ക് 1.5 അത്രയൊക്കെ കിട്ടുള്ളൂ. അപ്പോഴേക്കും ബാറ്ററി തീരും. അതുകൊണ്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡമ്മി ബാറ്ററി വാങ്ങിച്ചു. ഡമ്മി ബാറ്ററി ഒരു 10,000 mAh പവർ ബാങ്കിൽ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാറ്ററിയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പവർ ബാങ്ക് ഞാൻ ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചാർജ് ചെയ്യുന്നു. എന്നിട്ട് ഡയറക്റ്റ് കുത്തിയാൽ മതി. അപ്പം ഇതെപ്പോഴെങ്കിലും ഓഫായി പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ബാറ്ററി റീചാർജ് ചെയ്തോന്ന്, അതായത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് ബാറ്ററിയെക്കുറിച്ച് കൺസേൺ ആവണ്ട. പവർ ബാങ്ക് നമ്മൾ ആവശ്യം കഴിയുമ്പോൾ ചാർജിലിടുന്നതാണ്. അതുകൊണ്ട് അത് സേഫാണ്. പവർ ബാങ്കിന് കൂടി പോയാൽ 1,500-2,000 രൂപയെ വരുള്ളൂ. ഇതിൻ്റെ ഒറിജിനൽ ബാറ്ററി കേടായി കഴിഞ്ഞാൽ നമ്മൾ 4,000-7,000 രൂപ എന്തായാലും അതിന് വേണ്ടിയിട്ട് എക്സ്പെൻസ് വരുമെന്നാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. ബ്രാൻഡുകളെല്ലാം അവരുടെ പ്രോപ്പർ ബ്രാൻഡ് പ്രോഡക്റ്റ്സ് ഇറക്കുമ്പോൾ അതിനൊരു റേറ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഒരു ഡമ്മി ബാറ്ററി വാങ്ങിച്ചു. ആ ഡമ്മി ബാറ്ററിയിൽ
പവർ ബാങ്ക് കണക്ട് ചെയ്ത് ക്യാമറയിൽ ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററിയുടെ കാര്യവും സെറ്റ്. നിങ്ങൾ ക്യാമറ എടുത്തുകൊണ്ട് നടന്ന് ഇപ്പോൾ ഫോട്ടോഗ്രാഫി, ഇതൊരു ഹൈബ്രിഡ് ക്യാമറയാണ്, ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ്. സോ അങ്ങനെ എടുത്തുകൊണ്ട് നടന്ന് യൂസ് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി SSD കണക്ട് ചെയ്യാത്തടത്തോളം ഗംഭീര ബാറ്ററിയാണ്. 2 മണിക്കൂർ പുട്ട് പോലെ നിങ്ങൾക്ക് കിട്ടും. അതായത് കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ആണ് ഞാൻ പറയുന്നത്. അതല്ലാതെ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ എടുത്ത് പോകാനാണെങ്കിൽ ചിലപ്പോൾ ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് അത്യാവശ്യം പരിപാടിയൊക്കെ നടക്കും. ഫോട്ടോഗ്രാഫിക്കും അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള ഗംഭീര ഫോട്ടോസ് വരുന്ന ഒരു ക്യാമറയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അങ്ങനെ ഫോട്ടോസ് ക്യാമറ വെച്ചിട്ട് എടുക്കാറില്ല. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാമറ പ്രൈമർലി യൂസ് ചെയ്യുന്നത്. അടുത്ത കാര്യം ഇതിൻ്റെ ലോ ലൈറ്റ് കപ്പാസിറ്റിയാണ്. ഇതിൻ്റെ ബേസ് ISO വരുന്നത് 640 4000 ആണ്. ഡുവൽ ബേസ് ISO അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ടെക്നിക്കൽ. അതായത് 4000 ISOയിൽ ഇട്ട് കഴിഞ്ഞാലും എനിക്ക് നോയ്സ് ഒന്നും കിട്ടില്ല. ഇതിപ്പോൾ ഞാൻ 1250 ISO ഇട്ടിട്ടുള്ളത്. ലൈറ്റ്, ഈ ലൈറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഇരിപ്പുണ്ട്. ഈ 2 ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. എനിക്കിത് മതി. മാത്രമല്ല ഞാൻ വീലോഗിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അറൗണ്ട് 14 സ്റ്റോപ്സ് ഡൈനാമിക് റേഞ്ചാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. എക്സാക്ട്ലി അതിൻ്റെ ആ കണക്കൊക്കെ പറയാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഇത്രയും ലൈറ്റ് കുറവല്ലേ, എനിക്ക് എത്ര വേണമെങ്കിലും എന്ന് വെച്ചാൽ ഒരു സാധാരണ വീഡിയോനൊക്കെയാണ് പറയുന്നത്, അല്ലാതെ മറ്റേ എക്സ്ട്രീം അത്രയൊന്നും അല്ല പറയുന്നത്. ഇങ്ങനെ ഒരു സ്റ്റുഡിയോ ആംബിയൻസിൽ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് ലൈറ്റ് കുറച്ച് കുറഞ്ഞെന്ന് തോന്നിയാലും അത്യാവശ്യം നല്ലോണം പുഷ് ചെയ്യാം. ഇതിൻ്റെ ഡാർക്ക്നെസ് അത്യാവശ്യം പുഷ് ചെയ്ത് ഈ വീഡിയോ ബ്രൈറ്റ് ആക്കി എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ കുറച്ച് എക്സ്ട്രാ ബ്രൈറ്റ്നസ് ഉള്ള സ്ഥലങ്ങളെയും എനിക്ക് ആ ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കാൻ പറ്റും. പ്രൊഫഷണൽ ക്യാമറ യൂസ് ചെയ്തിട്ടുള്ള കളർ ഗ്രേഡ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇത് കുറച്ചും കൂടി മനസ്സിലാവും. ഞാൻ അത് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും എനിക്ക് അത്രയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ 14 സ്റ്റോപ്സ് ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഇതിലെ ഡാർക്ക്നെസ് പുഷ് ചെയ്ത് ലൈറ്റ് ആക്കാൻ പറ്റും. അതുപോലെ ലൈറ്റ് ഡൗൺ ചെയ്ത് അതൊരു പ്രോപ്പർ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. ലോ ലൈറ്റിൽ എനിക്കൊരു, അതായത് നമ്മൾ സ്റ്റുഡിയോയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇനി അതല്ല രാത്രി പുറത്തൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും എനിക്കിപ്പോൾ വളരെ കോൺഫിഡൻസ് ഉണ്ട് ഈ ക്യാമറ എന്നെ ലെറ്റ് ഡൗൺ ചെയ്യില്ല. അതേസമയം ZV-E10 E1 പോകുമ്പോൾ എനിക്ക് തോന്നുന്നു അത് 12,000 അങ്ങനെ എന്തോ ആണ്. അവർ അത്രയും പുഷ് ചെയ്താൽ അതിൽ നോയ്സ് വരില്ല എന്ന് അങ്ങനെയൊക്കെ കേട്ട്, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ സോണി ZV-E1 അത്രയൊന്നും ലോ ലൈറ്റ് കപ്പാസിറ്റി ഇതിനുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നെപ്പോലൊരു യൂസറിൻ്റെ ആവശ്യത്തിന് ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. പിന്നത്തെ മെയിൻ സാധനം 6K ഓപ്പൺ ഗേറ്റ് ആണ്. ഓപ്പൺ ഗേറ്റ് നിങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ടാവും. ഓപ്പൺ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഇതാണ് ഒരു ക്യാമറയുടെ സെൻസർ എന്ന് വിചാരിക്കും. നിങ്ങൾ ഈ കാണുന്നതാണ് ഒരു ക്യാമറയുടെ സെൻസർ. നമ്മൾ ഇതിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ 16:9 ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്രയുമേ എടുക്കുള്ളൂ. അതായത് മുകളിൽ ഇത്രയും സ്ഥലവും താഴത്തെ ഇത്രയും സ്ഥലവും ക്രോപ്പായി പോകും. ബാക്കി ഇത്രയും സ്ഥലത്താണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുക. നമ്മൾ വെർട്ടിക്കലി ഷൂട്ട് ചെയ്യുമ്പോൾ എന്താ പറ്റുക, നമുക്ക് ഇത്രയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ പോലെ ഈ 16:9 എന്ന് പറയുന്ന ആസ്പെക്ട് റേഷ്യോയിൽ ഷൂട്ട് ചെയ്തിട്ട് അത് വെർട്ടിക്കൽ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ക്രോപ്പ് ചെയ്യുമ്പോൾ ഈ ഹെഡ് റൂം ഒരുപാട് പോകും. അതേസമയം നമ്മൾ ഓപ്പൺ ഗേറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഫുൾ സെൻസർ യൂസ് ചെയ്യും. അതായത് നിങ്ങളിപ്പോൾ കാണുന്ന എൻ്റെ ഈ കാണുന്ന 16:9 ആസ്പെക്ട് റേഷ്യോനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടാവും. എൻ്റെ ഫുൾ സെൻസറിൻ്റെ ഉണ്ടാവും. അപ്പം എനിക്ക് ഈ വീഡിയോ വെർട്ടിക്കലി കൺവേർട്ട് ചെയ്യണമെങ്കിൽ 6K ഓപ്പൺ ഗേറ്റിൽ ഷൂട്ട് ചെയ്തത് എനിക്ക് ഈസി ആയിട്ട് വെർട്ടിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യാം. എൻ്റെ ഹെഡ് റൂം സ്പേസ് എല്ലാം പക്കയായിരിക്കും. ഒരു കണ്ടൻറ് ക്രിയേറ്ററിനെ സംബന്ധിച്ച് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യാനുള്ളതുകൊണ്ട് 6K ഓപ്പൺ ഗേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. പക്ഷേ ഇതുവരെ ഞാനത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. ഞാനത് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്, അതായത് കാറിലിരുന്ന് ഷൂട്ട് ചെയ്യുന്ന വീഡിയോസിനാണ് ഓപ്പൺ ഗേറ്റ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോഴും ഞാൻ 6K ഷൂട്ട് ചെയ്തിട്ടില്ല. 3.3K ഓപ്പൺ ഗേറ്റ് ഉണ്ട്. അത് പറയുമ്പോൾ പറയേണ്ടത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് MP4 ലൈറ്റ് എന്ന് പറയുന്നൊരു ഫീച്ചറാണ്. അതായത് MP4-നേക്കാളും സൈസ് കുറവുള്ള രീതിയിൽ നമുക്ക് 4K ഷൂട്ട് ചെയ്യാം. 3.3K ഓപ്പൺ ഗേറ്റ് ആയിട്ടാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ സിനിഫൈൽ ചാനലിൽ കിടക്കുന്ന റിവ്യൂ വീഡിയോസ് നോക്കുകയാണെങ്കിൽ അതെല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ളത് MP4 ലൈറ്റിലാണ്. നിങ്ങൾക്ക് ക്വാളിറ്റിക്ക് ഒരു ഡിഫറൻസ് കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത്യാവശ്യം ലോ ലൈറ്റിൽ ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഡാർക്ക്നെസ് ഷാഡോസൊക്കെ നമ്മൾ പുഷ് ചെയ്ത് ബ്രൈറ്റ് ആക്കി എടുത്താൽ പോലും ഒരു നോയ്സോ പ്രശ്നങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഔട്ട് തരുന്നൊരു ഫോമാറ്റാണ് MP4 ലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ വളരെ കുറച്ച് സ്പേസേ എടുക്കുള്ളൂ. പക്ഷേ ക്വാളിറ്റി ഉണ്ട്. ഞാൻ വീലോഗിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് കളർ ഗ്രേഡും ചെയ്യാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ. അതായത് പറഞ്ഞാൽ നിങ്ങൾ SD കാർഡ് ഇപ്പം സാധാരണ ഒരു ക്യാമറയിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് V90 UHS-2 കാർഡൊക്കെ വാങ്ങുന്നതിനേക്കാൾ നമ്മുടെ കയ്യിലുള്ള സാധാ SD കാർഡ് ഇടാൻ തോന്നും. ആ SD കാർഡ് ഇട്ടാലും നല്ല രീതിക്ക് ഷൂട്ട് ചെയ്യാൻ ലൂമിക്സ് S5 2X നമ്മളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് ഉണ്ട്. അപ്പം ഓട്ടോ ഫോക്കസിങ്ങിൻ്റെ ഇഷ്യൂ ഇല്ല. ഗംഭീര സ്റ്റെബിലൈസേഷനാണ്. ക്യാമറ എടുത്തുകൊണ്ട് കിടന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഗിംബലിലൊക്കെ പോകുന്ന പോലെ തരാൻ പറ്റുന്ന അത്രയും ഗംഭീരമായിട്ടുള്ള സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അവിടെയും ഞാൻ പറയുന്നു, ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ 2 വീഡിയോ എന്തോ അങ്ങനെ സ്റ്റെബിലൈസേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ളൂ. അതെൻ്റെ നിന്ന് പോവുകയും ചെയ്തു. ഞാൻ മോസ്റ്റ്ലി സ്റ്റുഡിയോ സ്പേസിൽ ട്രൈപോഡ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ എനിക്ക് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അത് വളരെ യൂസ്ഫുൾ ആണെന്നുള്ള കാര്യം അറിയാം, നിങ്ങളോടും പറയുന്നു. പക്ഷേ ഞാനത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി പറയാം. സോ ഇനി കോസ്റ്റിലേക്ക് വരാം. ഈ ക്യാമറ ഞാൻ വാങ്ങുന്ന ഒരു പാക്കേജ് ആയിട്ടാണ്. ഇതിൻ്റെ കൂടെ 20-60 ഒരു കിറ്റ് ലെൻസ് ഉണ്ടായിരുന്നു. 3.5 f 3.5 to
5.6 എന്താണ് വരുന്നത്. 2060 കിറ്റ് ലെൻസാണ്. ആ കിറ്റ് ലെൻസ് തന്നെ ഗംഭീരമാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ എഫക്റ്റ് ഒന്നും വേണ്ട, പക്ഷേ വളരെ വൈഡായിട്ടുള്ളതും കുറച്ച് സൂം ചെയ്തിട്ടുള്ള കുറച്ച് കംപ്രസ്ഡ് ആയിട്ടുള്ള അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ 2060 ലെൻസ് ഇനഫാണ് ഒരു കണ്ടൻറ് ക്രിയേറ്ററിന്. ഞാൻ ഈ പറഞ്ഞ പോലെ കളർ ഗ്രേഡിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകുന്ന ഗംഭീര ലെൻസാണ്. അതിൻ്റെ കൂടെ ഒരു 50mm 1.8, അതായത് ലൂമിക്സ് S5 II X 2060 ലൂമിക്സിൻ്റെ ലെൻസ്, ലൂമിക്സിൻ്റെ തന്നെ 50mm 1.8, ഈ 3 സാധനങ്ങളും കൂടി ഒറ്റ പാക്കേജായിട്ട് 2.2 lakhs എനിക്ക് ലൂമിക്സ് ഈ ക്യാമറ തന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന സോണി ZV-E10 2 ക്യാമറയും 3 ലെൻസും അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഡിസ്കൗണ്ട് കിട്ടി. സോ എനിക്കതിൽ വലിയ നഷ്ടമൊന്നും വരാത്തൊരു ഡീലിൽ എനിക്ക് ഈ ക്യാമറ എൻ്റെ കയ്യിൽ കിട്ടി. ഇത് കൂടാതെ ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സ്മോൾ റിഗിൻ്റെ ഒരു ക്യാമറ കേജ് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു സാധനമാണ്. ഞാൻ പക്ഷേ ക്യാമറ കേജ് വാങ്ങിക്കുമ്പോൾ എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നമ്മൾ SD കാർഡ് യൂസ് ചെയ്യുന്നതിനേക്കാൾ SSD യൂസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ SSD ഇതിൻ്റെ USB-C കേബിളിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് SSD തൂക്കിയിടാൻ പറ്റില്ലല്ലോ. ക്യാമറയ്ക്കും കേടാണ്, SSDക്കും കേടാണ്. സോ എനിക്ക് ഈ SSD വെക്കാൻ പറ്റുന്ന ഒരു ഹോൾഡർ എന്തായാലും വേണം. സോ സ്മോൾ റിഗിൻ്റെ കേജ് നമ്മൾ വാങ്ങിച്ചു. അതുപോലെ ഈ കേജിൽ നമുക്ക് വയർലെസ് മൈക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസീവർ എൻഡ് ക്ലിപ്പ് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ അതിനും കൂടിയിട്ട് അത് വാങ്ങിച്ചു. പിന്നെ ബാറ്ററി ഞാൻ നേരത്തെ പറഞ്ഞു, SSD കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് SSD യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാറ്ററി ഈ പറയുന്ന 2 hour കിട്ടില്ല, 1 മണിക്കൂറേ കിട്ടുള്ളൂ. നമുക്ക് എന്തായാലും ലോങ് വീഡിയോസ് ഷൂട്ട് ചെയ്യാനുള്ളതാണ്. സോ ഒരു എക്സ്ട്രാ ഡമ്മി ബാറ്ററിയും അതിൻ്റെ കൂടെ ഒരു പവർ ബാങ്കും വാങ്ങിച്ചു. രണ്ടും കൂടി എനിക്ക് ഏതാണ്ട് 6000 രൂപയായി. 4000-4500 രൂപയാണ് ഇതിൻ്റെ എക്സ്ട്രാ ബാറ്ററി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി സമയം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഈ സൊല്യൂഷന് വെറും 6000 രൂപയായിട്ടുള്ളൂ. സ്മോൾ റിഗിൻ്റെ കേജും 6000 രൂപ അടുത്താണ് കോസ്റ്റ്. പിന്നെ SSD കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് SSD വെക്കാനുള്ളൊരു ഹോൾഡറും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹോൾഡറിന് അറൗണ്ട് 2500 രൂപ എന്തോ ആയി. സോ ക്യാമറ, കേജ്, SSD ഹോൾഡർ, ബാറ്ററി സൊല്യൂഷൻ എല്ലാം കൂടിയായിട്ടും 2.5 ലക്ഷത്തിന് അടുത്തേ വരുന്നുള്ളൂ. അതിൻ്റെ ഒരു കണക്ക് പറയണമെങ്കിൽ 1,80,000 രൂപയ്ക്ക് ഞാനൊരു ക്യാമറ വാങ്ങിച്ച് അതിൻ്റെ അകത്ത് 60,000 രൂപയുടെ SD കാർഡ് ഇട്ട് അത് കോപ്പി ചെയ്യാനെടുക്കുന്ന സമയം, കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ മാക്കിനകത്ത് സ്റ്റോറേജിൽ, അപ്പോൾ മാക്ക് കുറച്ച് സ്റ്റോറേജ് ഉള്ള ഒരെണ്ണം വാങ്ങിക്കണം, അതുമായി ബന്ധപ്പെട്ട് മറ്റ് ആക്സസറീസ് വാങ്ങിക്കണം, അങ്ങനെയൊക്കെ വരുന്ന കോസ്റ്റ് പരിഗണിക്കുമ്പോൾ ലെസ് കോസ്റ്റ്, പക്ഷേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇനി എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു പോഡ്കാസ്റ്റ് സെറ്റപ്പിലേക്ക് മാറാനുള്ളൊരു പ്ലാനിലൊക്കെയാണ്. കുറച്ച് മുമ്പ് നമ്മൾ പരമേഷിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പരമേഷ് AP, അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്. പുള്ളി ക്യാമറ റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന ഒരു ഗംഭീര മച്ചാനാണ്. പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യുമ്പോൾ പരമേഷ് തന്നെ അവൻ്റെ നിക്കോൺ ZR കൊണ്ടുവന്നു, ഞാൻ ലൂമിക്സിൻ്റെ S5 II X എടുത്തു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് വരുന്ന എല്ലാ ഗസ്റ്റിനോടും ക്യാമറ കൊണ്ടുവരാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മളൊരു ക്യാമറയും കൂടി വേണം. പക്ഷേ ആ ക്യാമറ ആയിട്ട് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന ലൂമിക്സിൻ്റെ S9 ആണ്. ഇത്രയും കോസ്റ്റ് വരില്ല, പക്ഷേ ഏതാണ്ട് ഇത്രയൊക്കെ തന്നെ ഫീച്ചേഴ്സൊക്കെ വരും. അതിൽ ഡയറക്റ്റ് SSDയിലേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് S5 II X ഫീച്ചറാണ്, S9 അപ്പോൾ അതിനൊരു SD കാർഡ് എന്തായാലും വേണ്ടി വരും. പിന്നെ ഒരു സെക്കൻഡറി ക്യാമറ എന്ന് വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യണമെന്നൊന്നുമില്ല. കുറച്ചും കൂടി പോർട്ടബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. 1 സംതിങ്, ഞാൻ ഈ ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിലൊക്കെ കയറി നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ 1 ലക്ഷത്തിൽ താഴെ ആ ക്യാമറ വിൽക്കാനിട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, നിങ്ങളൊരു ഫുൾ ഫ്രെയിം ക്യാമറയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൂമിക്സ് S9 എന്ന് പറയുന്നത് ഒരു ഗംഭീര ഓപ്ഷനാണ്. മറ്റ് ക്യാമറ കമ്പനികളൊക്കെ ഈ PR ചെയ്യുകയും അതുപോലെ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ കൊണ്ട് വീഡിയോസ് റിവ്യൂസ് ഒക്കെ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന പോലെ ലൂമിക്സ് ചെയ്യിക്കാത്തതുകൊണ്ടാണ്. അതൊരു ഗംഭീര ക്യാമറയാണ്. അതിൻ്റെ യൂസ്ഡ് കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് അത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിലവിൽ നമ്മുടെ കയ്യിൽ ഇത്രയും പൈസയൊക്കെ മുടക്കിയതിന് ശേഷം ബഡ്ജറ്റില്ല. ഇനി ടെക് ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ വെച്ചിട്ട് ഒരു ലൂമിക്സ് S9 വാങ്ങിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പിന്നെ നിങ്ങളുടെ സോണി, കാനൺ, നൈക്കോൺ സ്നേഹികളായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സിന്, വീഡിയോഗ്രാഫേഴ്സിന്, കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് ഈ വീഡിയോ ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കുക. സോ ഈ ക്യാമറ വാങ്ങി തൊട്ടടുത്ത ആഴ്ച കാനൻ്റെ R6V ലോഞ്ച് ചെയ്തു. നൈക്കോൺ ZR ഉണ്ടായിരുന്നു, ZV-E1 ഉണ്ടായിരുന്നു, കാനൻ്റെ R6 Mark II ഉണ്ടായിരുന്നു. വേറെ ഒന്നുമില്ലെങ്കിൽ സോണി FX30 വാങ്ങിച്ചാൽ പോരായിരുന്നു. ഇത്രയും സൊല്യൂഷൻസ് ഉള്ളപ്പോഴും എന്തിനാണ് ലൂമിക്സിൻ്റെ S5 II X എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാറ്ററിയും ഓവർ ഹീറ്റിങ്ങും ഒന്നും ഒരു പ്രശ്നമല്ലാത്ത, മെമ്മറി കാർഡ് വാങ്ങാൻ വേണ്ടി ലോൺ എടുക്കേണ്ട അവസ്ഥ ഉണ്ടാക്കാത്ത ഒരു ഫുൾ ഫ്രെയിം ഹൈബ്രിഡ് പ്രൊഫഷണൽ ക്യാമറ, കിഡിലും ലോ ലൈറ്റ് പെർഫോമൻസ്, അതും മറ്റ് പല ക്യാമറകളുടെയും, ഈ കമ്പയർ ചെയ്യുന്ന പല ക്യാമറകളുടെയും ബഡ്ജറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ചെറിയ ബഡ്ജറ്റ്. ഞാൻ മറ്റേ ഡയലോഗ് പറയട്ടെ, വെക്കട ഇതിന് മുകളിൽ ഒരെണ്ണം. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങൾ ഫുൾ ഫ്രെയിം ക്യാമറ എന്ന് പറയുന്ന ഒരു സാധനം മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ S5 II X നിങ്ങൾ ചിന്തിക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ഇത് പരിഗണിക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങളൊരു ബിഗിനർ കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഈ ഫുൾ ഫ്രെയിം ക്യാമറ ഒന്നും വാങ്ങരുതെന്നേ ഞാൻ പറയുള്ളൂ. ഈ ക്യാമറ എന്നല്ല, കാനൻ്റെ ആയാലും നൈക്കോണിൻ്റെ ആയാലും സോണിയുടെ ആണെങ്കിലും ഏത് കമ്പനിയുടെ ആണെങ്കിലും ഒരു കണ്ടൻറ് ക്രിയേറ്റർ ഫുൾ ഫ്രെയിം ക്യാമറ വാങ്ങേണ്ട കാര്യമേ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഇപ്പോൾ
ലുമിക്സ് S52Xൻ്റെ മുകളിൽ ഈ പറഞ്ഞ എല്ലാ കൺസ്ട്രെയിൻസിൻ്റെയും മുകളിൽ ഒരു ഗംഭീര ക്യാമറ ഉണ്ട് മച്ചാനെ എന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ ക്യാമറയുടെ പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ഹൈപ്പ് ചെയ്യുന്ന ആരും ഒക്കെ പരിഗണിക്കുക.